ഇത് ഏപ്രിൽ മാസമാണ്. സാധാരണ ഏപ്രിലിൽ നമ്മുടെ നാട്ടിൽ നല്ല ചൂടുണ്ടാകുന്ന സമയമാണ്. പക്ഷേ ഈ ഒരു റിപ്പോർട്ട് കണ്ടോ, ഏപ്രിലിൽ ചിലപ്പോൾ ഉരുൾപൊട്ടൽ മഴയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഒരു മാസ് കാഷ്വാലിറ്റി എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഈ ഒരു രീതിയിലാണ് ഹോസ്പിറ്റലുകളിൽ മാസ് കാഷ്വാലിറ്റി മാനേജ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹെഡ് ഉണ്ടാവും. അദ്ദേഹമാണ് ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളുമായിട്ട് പെട്ടെന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തുന്നത്. പിന്നെ അതിനൊരു സെക്യൂരിറ്റി ഹെഡും റിസോഴ്സ് ഹെഡ് ഉണ്ടാവും. റിസോഴ്സ് ഹെഡാണ് ആവശ്യമായ റിസോഴ്സുകൾ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ സെക്യൂരിറ്റി ഹെഡാണ് സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിനെ സെറ്റാക്കുന്നതും. അതിനുവേണ്ട വോളണ്ടിയേഴ്സിനൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കണം. പിന്നെ ഒരു ക്ലിനിക്കൽ ഹെഡ് ഉണ്ടാകും. അവരാണ് ഈ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് ഇഞ്ചുറീസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ആംബുലൻസുകളെയും അതുപോലെ റെസ്ക്യൂ ടീംസിനൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഒരു സ്ഥലത്ത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ജില്ലയിലോ അടുത്ത പഞ്ചായത്തിലോ സംഭവിക്കുകയാണെങ്കിൽ അവിടേക്കും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളിലേക്കും ഈ ഒരു മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്താൽ നല്ലതായിരിക്കും.